എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല സൂപ്പർ ഗ്രീൻ പീസ് കറിയാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറാക്കുന്നത് തന്നെയായിരിക്കാം. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. നമുക്ക് അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 3/4 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് തലേദിവസം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇത് കുക്കറിലാണിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതിനി ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിലിനാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ 2 വിസിലൊക്കെ കൊടുക്കുക, 2-3 വിസിലൊക്കെ കൊടുക്കാം. ഞാൻ ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഞാനിത് ഓഫ് ചെയ്തിടുകയാണ്. പിന്നെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം അത് തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ ഇവിടെ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയി ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വല്ലാതെ അങ്ങോട്ട് ഉടച്ചെടുത്തിട്ടില്ല. ഈ ഒരു പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിൻ്റെ അളവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മുളക് ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പകുതി ഭാഗം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ട് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എന്നതിന് ശേഷം നമുക്കത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയും എല്ലാനും ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടാം പാലാണ്. രണ്ടാം പാൽ തേങ്ങാപ്പാൽ. അപ്പോൾ ഞാനത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലല്ല എടുത്തിരിക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയുടെ രണ്ടാം പാലായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഒരു പകുതി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് വെള്ളത്തോട് കൂടി തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമ്മുടെ ഗ്രീൻ പീസും എല്ലാനും ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലിൻ്റെ പൊടി 1/4 കപ്പ് വെള്ളത്തിൽ കലക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയുടെ 1/4 പാലായാലും ചേർത്ത് കൊടുക്കാം. 1/4 പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. അപ്പോൾ അതവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ് ചേർക്കുന്നത്.
അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ അതേപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ ഉപയോഗിക്കേണ്ടത് ആ സമയത്ത് ഇതെല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്